सभी दोस्तों को वीआर डिजी हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम 6वीं कक्षा की एक इकाई पढ़ेगी। इकाई का नाम है मार्च। मार्च एक संस्मरणात्मक लेख है। इस लेख का रचयिता है സുശീൽ ശുക്ല. എല്ലാ കൂട്ടുകാർക്കും वीआर डिजी हिंदी ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഒരു യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. യൂണിറ്റിൻ്റെ പേര് മാർച്ച് എന്നാണ്. മാർച്ച് ഒരു സംസ്മരണാത്മക ലേഖാണ്. എന്താണ് സംസ്മരണാത്മക? ഓർമ്മക്കുറിപ്പ്. ഓർമ്മക്കുറിപ്പാണ് സംസ്മരണാത്മക് ലേഖ എന്ന് പറയുന്നത്. ഓർമ്മക്കുറിപ്പ്, സംസ്മരണാത്മക ലേഖ ഒരു ഓർമ്മക്കുറിപ്പിനെയാണ് സംസ്മരണാത്മക ലേഖ എന്ന് പറയുന്നത്. മാർച്ച് എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്. എന്തുകൊണ്ടായിരിക്കും ലേഖകൻ സുശീൽ ശുക്ല ഈ ലേഖനത്തിന് മാർച്ച് എന്ന് പേര് കൊടുക്കാനുള്ള കാരണം? എന്താ കൂട്ടുകാരെ, മാർച്ച് മാസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രത്യേകതയുണ്ട് അല്ലേ? മാർച്ച് എന്ന് പറഞ്ഞാൽ പരീക്ഷക്കാലമാണ്. എല്ലാവർക്കും പരീക്ഷക്കാലമാണ്. ഒരു അധ്യയന വർഷത്തിൻ്റെ അവസാന മാസമാണ് മാർച്ച്. അപ്പോൾ മാർച്ചിലെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും അതിനു വേണ്ടി പരിശ്രമിക്കുകയും പരീക്ഷ എഴുതാനുള്ള പരിശ്രമമൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ ലേഖകൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാർച്ച് മാസത്ത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായി എഴുതപ്പെട്ട ഒരു സംസ്മരണാത്മക ഒരു ഓർമ്മക്കുറിപ്പാണ് മാർച്ച്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഈ ലേഖനത്തിലോട്ട് കടക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കുക. संस्मरणात्मक लेख मार्च, सुशील शुक्ल. लेखक का नाम है सुशील शुक्ल. मार्च एक संस्मरणात्मक लेख है. इसका लेखक सुशील शुक्ल. അപ്പോൾ നമുക്ക് നോക്കാം. मार्च के दिनों हाथों में किताबें और आंखों में नींदें रहा करती थी. മാർച്ച് के दिनों, മാർച്ചിലെ ദിവസങ്ങൾ, അതായത് മാർച്ച് മാസത്തിൽ, ഹാത്തോമേം കിതാബേം കൈകളിൽ പുസ്തകങ്ങളായിരിക്കും, ഓർ ആങ്കോമേം നീന്തേം, നീന്തേം ഉറക്കം, നീന്ത് ഉറക്കം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. രഹാ കർത്തീതി. അപ്പോൾ മാർച്ച് മാസത്ത് കൈകളിൽ പുസ്തകമായിരിക്കും, കണ്ണിൽ ഉറക്കമായിരിക്കും. പലർക്കും അങ്ങനെയാവും അല്ലേ? പുസ്തകം എടുക്കുമ്പോൾ തന്നെ ഉറക്കം വരുന്ന ശീലമുള്ള പല കൂട്ടുകാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നമ്മുടെ ലേഖകൻ സുശീൽ ശുക്ലും അത്തരത്തിലൊരു ആളായിരുന്നു. मार्च के दिनों हाथों में किताबें और आंखों में नींदें रहा करती थी. പന്നെ പലട്ടത്തെ ഹി. പന്ന മാനെ പേജ്. പന്നയുടെ അർത്ഥം പേജ് എന്നാണ്. പന്നെ പലട്ടത്തെ ഹി, പലട്ടിന മറിക്കുക. പലട്ടത്തെ ഹി നീന്ത് കെ ഹാത്ത് ആക്കർ ആങ്കോം പർ പൽക്കെ ഗീഞ്ച് ജാത്തെ. അപ്പോൾ പഠിക്കാൻ വേണ്ടി പുസ്തകത്തിൻ്റെ ഓരോ പേജുകളും മറിക്കുമ്പോൾ, ദോ പന്നെ പലട്ടത്തെ ഹി, 2 പേജ് മറിക്കുമ്പോൾ തന്നെ, നീന്ത് കെ ഹാത്ത് ആക്കർ ആങ്കോം പർ പൽക്കെ ഗീഞ്ച് ജാത്തെ. അപ്പോൾ ഉറക്കം വന്ന് കൺപോളകൾ അടഞ്ഞു പോകും. പൽക്കെ ആ വാക്കിൻ്റെ അർത്ഥം കൺപോള. ഗീഞ്ച് ജാത്തെ, ഗീഞ്ച് ജാന വലിക്കുക, ഗീഞ്ച് ജാന വലിക്കുക. അപ്പോൾ ഇതാണ് മാർച്ച് മാസം പുസ്തകം എടുക്കുമ്പോൾ കണ്ണിൽ ഉറക്കമായിരിക്കും. 2 പേജ് മറിക്കുമ്പോൾ തന്നെ, ഇല്ലെങ്കിൽ 2 പേജ് പഠിക്കുമ്പോൾ തന്നെ കണ്ണിൽ ഉറക്കം വന്ന് കൺപോളകൾ അടഞ്ഞു പോകും. ഉൻ ദിനോം അക്സർ യേ സോച്ചത്തെ കി കാഷ് ആങ്കെ ബന്ദ് കിയെ പടായി ഹോ പാത്തി. ആ ദിവസങ്ങളിൽ ഉൻ ദിനോം ആ ദിവസങ്ങളിൽ അക്സർ മിക്കവാറും, അക്സർ ശബ്ദക്കാർത്ത് മിക്കവാറും, ഏ സോച്ചത്തേക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. സോച്ചന ചിന്തിക്കുക. കി കാഷ് ആങ്കെ ബന്ദ് കിയെ പടായി ഹോ പാത്തി. കണ്ണടച്ച് ഇരുന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിലോ? ആങ്കേം ബന്ദ് കിയെ കണ്ണ് അടച്ചിട്ട്, ആങ്കേം ബന്ദ് കിയെ പടായി ഹോ പാത്തി പഠിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, തബ് കിത്തന മസ ആത്ത, അപ്പോൾ എന്ത് രസമായിരിക്കും.
എന്താ കൂട്ടുകാരെ, നിങ്ങളും ലേഖനെ പോലെ ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? കണ്ണടച്ചിരുന്ന് പഠിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ത് രസമായേനെ അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം, ശ്രദ്ധിച്ച്. खंडों पढ़ने और तब कितना मज़ा आता, सोए सोए पढ़ते रहते, ഉറങ്ങി ഉറങ്ങി പഠിക്കുക. എന്ത് രസമായിരിക്കും അല്ലേ കൂട്ടുകാരെ? ഖണ്ഡവും പഠനയുമെയും ലഗേ രഹത്തെ, മണിക്കൂറുകളോളം അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും, ഉറങ്ങി ഉറങ്ങി പഠിക്കുക. എന്ത് രസമുള്ള കാര്യം അല്ലേ? ഖണ്ഡവും എന്നത് മണിക്കൂറുകൾ, പഠനയുമെയും ലഗേ രഹത്തെ, പഠനത്തിൽ മുഴുകിയിരിക്കുക. घर वाले सिद्ध करते अब बस करो बहुत पढ़ लिया. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ സിദ്ധ് കർണ ശാഠ്യം പിടിക്കുക, പറയുക. സിദ്ധ് കർത്തെ അബ് ബസ് കരോ ബഹുത്ത് പढ़ लिया. അപ്പോൾ അവർ ശാഠ്യം പിടിച്ച് പറയും, മതി മതി, ഇനി പഠിച്ചത് മതി, നിർത്താൻ പറയും. ബസ് एक घंटे और पढ़ ले कहकर हम चादर अपने ऊपर गींज लेते. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ബസ് ഇല്ല, ഒരു കുറച്ചും കൂടെ, ഏക്ക് ഘണ്ടെ, ഒരു മണിക്കൂറും കൂടെ, ഓർ പടിലേം കേൾക്കർ, ഒരു മണിക്കൂറും കൂടെ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കഹക്കർ ഹം ചാദർ പുതപ്പ്, ചാദർ അപ്പനെ ഊപ്പർ ഗീഞ്ചിലെത്തെ, പുതപ്പ് തൻ്റെ പുറത്തോട്ട്, ഊപ്പർ മുകളിലോട്ട് വലിച്ചിടും. എന്നിട്ട് ഉറങ്ങിയാണല്ലോ പഠിക്കുന്നത്. അതാണ് इम्तिहान परीक्षा. इम्तिहान ഖത്മ ഹോത്തെ തോ നീന്ത് ഭി ഗായബ് ഹോ ജാത്തി അല്ലേ? പലർക്കും അങ്ങനെയാണ്, പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് ഉറക്കമൊക്കെ പോകും. പരീക്ഷ സമയത്ത് പുസ്തകം കയ്യിലെടുക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത് അല്ലേ? അതുപോലത്തെ ഒരു ശീലമുള്ള ആളാണ് നമ്മുടെ സുശീൽ ശുക്ലും എന്ന് അദ്ദേഹം പറഞ്ഞു വരികയാണ്. ഇതേ അനുഭവം എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാകാറുണ്ട്. പരീക്ഷ സമയത്ത് പുസ്തകം തുറക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും, പക്ഷെ പരീക്ഷ കഴിയുമ്പോഴോ നമ്മുടെ ഉറക്കമെല്ലാം എവിടെ പോകും? അതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഇംതിഹാൻ ഖത്മ ഹോത്തെ തോ നീന്ത് ഭി ഗായബ് ഹോ ജാത്തി. അപ്പം പരീക്ഷ തീരുമ്പോഴത്തേക്ക് ഖത്മ ഹോന അവസാനിക്കുക, തോ നീന്ത് ഭി ഗായബ് ഹോ ജാത്തി, ഗായബ് ഹോന അപ്രത്യക്ഷമാകുക. തബ് ദേർ രാത് തക്ക് ജാഗ കർത്തെ. അപ്പോൾ എത്ര രാത്രി വൈകിയാലും ഉറക്കം വരില്ല. തബ് അപ്പോൾ, ദേർ രാത് വളരെ വൈകിയും രാത്രി, തബ് ജാഗ കർത്തെ, കർണ ഉണർന്നിരിക്കുക. അപ്പം പരീക്ഷ കഴിയുമ്പോൾ ഉറക്കം പോവും. എത്ര രാത്രിയായിരുന്നു നമ്മൾ ഉണർന്നിരിക്കും. അതാണ് രാത്തോം കെ ആസുമാൻ താരോം സെ ഭരെ ഹോത്തെ. രാത്രി ആകാശം നക്ഷത്രങ്ങളാൽ നിറഞ്ഞിരിക്കും. ആസുമാൻ അറിയാലോ, ആകാശം, താരോം നക്ഷത്രങ്ങൾ, സേ ഭരേ ഹോന നിറഞ്ഞിരിക്കുക. और रातों की जमीन കിസ്മോം കഹാനിയോം സെ. അപ്പം രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി ഓരോ കഥകൾ ഇങ്ങനെ സങ്കല്പിച്ചു കൊണ്ടേയിരിക്കും, കഥകൾ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മനസ്സിലായ കൂട്ടുകാരെ, ഒന്നാമത്തെ പാരഗ്രാഫ് നമുക്കൊന്നും കൂടെ നോക്കാം. മാർച്ച് കെ ദിനോം ഹാത്തോമേം കിതാബേം ഓർ ആങ്കോമേം നീന്തേം രഹാ കർത്തി ദി. അപ്പോൾ മാർച്ച് മാസത്തിൽ കയ്യിൽ പുസ്തകവും കണ്ണിൽ ഉറക്കവുമാണ്. ദോ പന്നെ പലട്ടത്തെ ഹി നീന്ത് കെ ഹാത്ത് ആക്കർ ആംഖോം പർ പൽക്കേം ഗീഞ്ച് ജാതെ. അപ്പോൾ 2 പേജ് മറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ ഉറക്കം വന്ന് കൺപോളകളെല്ലാം അടഞ്ഞു പോകും. ഉൻ ദിനോം അക്സർ സോച്ചത്തേക്ക് കാശ് ആങ്കേം ബന്ദ് കേ പടായി ഹോ പാത്തി. ആ ദിവസങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, കണ്ണടച്ച് പഠിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ. തബ് കിത്തന മസ ആത്ത, അപ്പോൾ എന്ത് രസമായിരിക്കും. സോയെ പഠിത്തേ രഹത്തെ, ഉറങ്ങി പഠിച്ചുകൊണ്ടിരിക്കുക. ഖണ്ഡവും പഠനേമേൽ ലഘുരഹത്തെ, മണിക്കൂറുകളോളം പഠനത്തിൽ മുഴുകിയിരിക്കുക. ഗർവാലെ സിദ്ധ് കർത്തെ അബ് ബസ് കരോ ബഹത്ത് പഠ ലിയ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ അടുത്ത് ശാഠ്യത്തോടു കൂടി പറയും, മതി, പഠിച്ചത് മതി, ഇനി നിർത്താൻ പറയും അല്ലേ? ബസ് ഏക്ക് ഘണ്ടെ ഓർ പഠിലെ കഹ്കർ ഹം ചാദർ അപ്പനെ ഊപ്പർ ഗീഞ്ച് ലേത്തെ. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഇല്ല, 1 മണിക്കൂറും കൂടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പുതപ്പ് മുകളിലോട്ട്, തലയിലോട്ട് വലിച്ച് ഇടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉറങ്ങിയാണ് പഠിക്കുന്നത്. ഇംതിഹാൻ ഖത്മ ഹോത്തെ തോ നീന്ത് ഭി ഗായബ് ഹോ ജാത്തി. പരീക്ഷ തീരുമ്പോഴത്തേക്ക് ഉറക്കവും അപ്രത്യക്ഷമാകും. തബ് ദേർ രാത് തക്ക് ജാഗ കർത്തെ. അപ്പോൾ വൈകി രാത്രിയിലും ഉണർന്നിരിക്കും. രാത്തോം കെ ആസ്മാൻ താരോം സെ ഭരേ ഹോത്തെ और രാത്തോം കി ജമീൻ കിസ്മോം കഹാനിയോം സെ. അപ്പോൾ രാത്രി ആകാശത്ത് നക്ഷത്രങ്ങളാൽ നിറഞ്ഞിരിക്കും. രാത്രി പല കഥകളും ഇങ്ങനെ ഓർമ്മിച്ച് ഇരിക്കും. അപ്പോൾ ഉറക്കമില്ല. മനസ്സിലായോ?
അടുത്ത പാരഗ്രാഫ് നോക്കൂ. മേരെ ഘർ കെ സാമനെ നീം കാ പേട് ദാ. മേരെ ഘർ കെ സാമനെ, എൻ്റെ വീടിൻ്റെ അടുത്ത്, കെ സാമനെ അടുത്ത്, നീം കാ പേട് ദാ. നീം കാ പേട് വേപ്പ് മരം. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ ലേഖകൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു നീം കാ പേട്, ഒരു വേപ്പ് മരമുണ്ട്. ഉസ്കി ആദി ടഹനിയാം. ടഹനിയാം ചില്ലകളാണ്, ഉണങ്ങിയ ചില്ലകൾ. ടഹനിയാം ബ്രാഞ്ചസ്, ചില്ലകൾ. ടഹനിയാം ഗർമയും ഗുസ് ചലി ആത്തീതി. അപ്പോൾ എൻ്റെ വീടിനടുത്ത് ചേർന്ന ഒരു വേപ്പ് മരമുണ്ട്. ആ വേപ്പ് മരത്തിൻ്റെ ചില്ലകൾ വീടിനോട് ഗുസ് ചലി ആത്തീതി, വീടിനോട് ചേർന്ന് വീടിനെ ഇടിച്ച് നിൽക്കാറുണ്ടായിരുന്നു. ആത്തീതി. നീം ശരാരത്തൻ ഗർക്കി തരഫ് ജ്യാദ ഫൈൽത്താ ഹെ. ശരാരത്തൻ വികൃതി എന്നാണ്. ഇവിടെ നീമിൻ്റെ വികൃതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില്ലകളെല്ലാം വീട്ടിലോട്ട് ഇടിച്ച് കയറി വളർന്നു നിൽക്കുകയായിരുന്നു. ശരാരത്തെ ഗർക്കി തരഫ് ജ്യാദ ഫൈൽന എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യാപിക്കുക. ഉസ്കി ഗിൽഹരിയാം അണ്ണാനുകൾ. और കൗവേ കാക്ക. കൗവേ ഗർമയും ബേഹിജക് നാണമില്ലാതെ, ബേഹിജക് ആത്തെ ജാത്തെ രഹത്തെ. അപ്പം ലേഖകൻ പറയണ, ലേഖകൻ്റെ വീടിൻ്റെ അടുത്തോട്ട് ചേർന്ന് ഒരു നീം കാപ്പേട് വേപ്പ് മരം ഉണ്ടായിരുന്നു. വേപ്പ് മരത്തിൻ്റെ ചില്ലകൾ അദ്ദേഹത്തിൻ്റെ വീടിൽ ഇടിച്ച് ചേർന്ന്, അതായത് വീടിനോട് ചേർന്ന് ചില്ലകളെല്ലാം വളർന്നിരുന്നു. അത് കാരണം ആ ചില്ലകളിൽ കൂടെ അണ്ണാനും കാക്കയും ഒക്കെ ഒരു നാണവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് വരുമായിരുന്നു. ആത്തെ ജാത്തെ കർത്തേത്, വരികയും പോവുകയും ചെയ്യുമായിരുന്നു. ഹമേം ലളിതാക്കി ഉൻകാ ഹി തോ ഘർ ഹെ ജിസ്മേയും ഹം രഹ്നെ ചലെ ആയേ ഹെ. അപ്പോൾ ഇങ്ങനത്തെ ഈ ജീവികളുടെ, ഈ അണ്ണാൻ്റെയും കാക്കയുടെയും പ്രവൃത്തി കണ്ടാൽ നമുക്ക് ഇങ്ങനെ തോന്നും, അവരുടെ വീട്ടിൽ നമ്മൾ താമസിക്കുകയാണെന്ന്. മനസ്സിലായില്ലേ? ഹമേം ലളിതാക്കി, നമുക്ക് തോന്നുന്ന ഇതാണ്. ഉൻകാ ഹി തോ ഘർ ഹെ, അവരുടെ വീടാണ്. ജിസ്മേ ഹം രഹിനെ ചലെ ആയേ ഹെ, നമ്മൾ അവിടെ താമസിക്കാൻ വന്നിരിക്കുകയാണെന്ന് തോന്നും. മാർച്ച് മെയും നീം തലേ ബൈറ്റ് കിതാബ് പഠിത്തേ. അപ്പം മാർച്ച് മാസത്തിൽ അദ്ദേഹം ഈ നീമിൻ്റെ, വേപ്പ് മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് പലപ്പോഴും പഠിക്കാറുള്ളത്. നീം കി കോയി പീലിപ്പത്തി ഉണങ്ങിയ ഇല, അതായത് പീലി എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള, അതായത് ഉണങ്ങിയ പീലിപ്പത്തി മഞ്ഞ നിറത്തിലുള്ള ഇലകൾ, പഴുത്ത ഇലകൾ. കിതാബ് പർ ആ ഗിർത്തി. അപ്പോൾ അദ്ദേഹം മരത്തിൻ്റെ ചുവട്ടിൽ, ആ വേപ്പ് മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് മാർച്ച് മാസത്തിൽ പഠിക്കാറുള്ളത്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നീം മരത്തിൽ നിന്ന് ആ മഞ്ഞ നിറത്തിലുള്ള ഇലകൾ താഴോട്ട് വീഴും. കിതാബ് പർ ആ ഗിർത്തി, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പുസ്തകത്തിൽ വന്ന് വീഴും. മെയിം പത്തിയും കോ ദേഖ്താ രഹത്ത. അപ്പോൾ അതിൽ വീഴുന്ന ഇലകളിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, പുസ്തകത്തിൽ വീഴുന്ന ഇലകളിൽ. ഉസ്കെ പീലെ രംഗക്കോ, പിന്നെ അതിൻ്റെ മഞ്ഞ നിറത്തിന് ശ്രദ്ധിക്കും. കൈ സവാൽ മന്മയും മാത്ത. ആ സമയത്ത് എൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള സവാൽ ക്വസ്റ്റ്യൻ, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ, ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. മന്മയും മാത്ത. ക്യാ പീലി രംഗക്കെ നീച്ചെ ജരൂർ പത്തി അബിബി ഹരി ഹോഗി. അപ്പോൾ ഈ മഞ്ഞ നിറത്തിൽ നിന്ന് ഇനി ഇത് ഇല പച്ച നിറത്തിലോട്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുക. പീലി രംഗക്കെ നീച്ചെ, എന്താ ഈ മഞ്ഞ നിറത്തിൻ്റെ നീച്ചെ താഴെ, ജറൂർ പത്തി അബീബി ഹരി ഹോഗി, അതിൻ്റെ അടിയിൽ ഇനിയും പച്ച നിറം ഉണ്ടാകുമോ എന്നൊക്കെ ലേഖകന് തോന്നാറുണ്ട്. കബി ലളിതാ ഹെ ഷായദ് ഹര രംഗ് ഹി പീലെ മേയും ബദൽ ഗയാ ഹെ. ചിലപ്പോൾ ഇങ്ങനെ തോന്നും, ഈ പച്ച നിറമാണ് മഞ്ഞ നിറമായി മാറിയത് എന്ന്. പത്തി പീലി ഹോ ഗയി ഇസ്ലിയെ ഗിരി യാ ഉസെ ഗിർ ജാനാ ഹെ ഇസ്ലിയെ പീലി ഹോ ഗയി. അപ്പം അടുത്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് പത്തി പീലി ഹോ ഗയി, ഇലകൾ മഞ്ഞയായി, ഇസ്ലിയെ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഗിരി അത് താഴെ വീണത്. മഞ്ഞ നിറമായപ്പോഴാണ് ഇലകൾ താഴെ വീണത്. യാ ആകെ ഗിർ ജാനെ ഹെ ഇസ്ലിയെ പീലി ഹോ ഗയി. അപ്പം വീഴാൻ വേണ്ടിയാണ് ഇലകൾക്ക് മഞ്ഞ നിറം വരുന്നത്. അപ്പോൾ നമ്മുടെ മലയാളത്തിലെ ഒരു ചൊല്ലുണ്ട് അല്ലേ, പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ച പ്ലാവില ചിരിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു ചൊല്ല് നിങ്ങൾ കേട്ട് കാണും അല്ലേ. അതായത് ഓരോന്നിനും ഓരോ സമയമുണ്ട്, ആ സമയത്താണ് ആ പഴുത്ത ഇല താഴെ വീഴുന്നതും അല്ലേ. ഏത് പച്ച ഇലയായിരുന്നാലും കുറേ അതിൻ്റെ പരിണാമം സംഭവിച്ച് അതിന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിന് മാറ്റങ്ങൾ സംഭവിച്ച് ഇല മഞ്ഞ നിറമാകും. മഞ്ഞ
മഞ്ഞ നിറമാകുമ്പോൾ അത് താഴെ വീഴും. മാർച്ച് കി ഹവായെ, മാർച്ച് മാസത്തിലുള്ള കാറ്റ്. പന്നോം കെ ദർവാസെ ഫട്ഫടാത്ത ദേത്തി, ഫട്ഫടാന എന്ന് പറഞ്ഞാൽ എന്താണ്? അടിക്കുക, കിടന്ന് അടിക്കുക. അതായത് നമ്മൾ ജനലൊക്കെ അടിക്കുന്നത് നിങ്ങൾ കണ്ടില്ല, അതേപോലെ ആണ് ഇവിടെ പറയാം. മാർച്ച് കി ഹവായെ, മാർച്ച് മാസത്തിലെ കാറ്റ്. പന്നോം കെ ദർവാസ, അതായത് പുസ്തകത്തിന്റെ പേജുകളെ എന്ത് ചെയ്യും? ഇങ്ങനെ അടിപ്പിക്കും പരസ്പരം. ദർവാസെ ഫട്ഫടാ ദേത്തി. हम उन्हें ज़्यादा इंतज़ाम न करवाते और पति को उन जल्दबाज हवाओं के हवाले कर देते. वे पति को अपनी डाली में टांग कर रेफ्यू चक्कर हो जाती. അപ്പോൾ എന്ത് ചെയ്യും? ഹം ഉനേം സ്യാദ ഇന്തിസാർ പ്രതീക്ഷ. ഹം ഉനെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കൂടുതൽ പ്രതീക്ഷിക്കില്ല. ന കർവാത്തെ और पति को ഉൻ ജൽദ്ബാസ് ഹവാവും കെ ഹവാലെ കർദേത്തെ. അപ്പോൾ എന്ത് ചെയ്യും? ആ വീഴുന്ന ഇല കാറ്റടിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് അതെന്ത് ചെയ്യും? പുസ്തകത്തിൽ നിന്ന് പറന്നു പോകും. ബേ പത്തിക്കോ അപ്പനി ഡാലിമയും, ചിലപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഡാലി ചില്ലകളിൽ വേ പത്തിക്കോ അപ്പനി ഡാലിമയും ടാങ്കക്കർ, എന്താണ്? ചില്ലയിൽ തൂങ്ങിക്കിടന്ന് എന്ത് ചെയ്യുക? റെഫ്യൂസ് ചക്കർ ഹോ ജാതി. റെഫ്യൂസ് ചക്കർ ഹോന ചുറ്റിക്കറങ്ങുക. ചില ഇലയുടെ ചെറിയ ഇതില്ലേ, അതിലെന്ത് ചെയ്യും? ഇങ്ങനെ കറങ്ങി താഴെ വീഴാറുണ്ട് കാറ്റടിക്കുമ്പോൾ. റെഫ്യൂ ചക്കർ ഹോ ജാതി. മാർച്ച് അപ്പനെ പലാശ്മയും ഗും യഹ് സബ് കുച്ച് ദേഖ്താ രഹത്ത. അപ്പം മാർച്ച് മാസത്തിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ആ പാരഗ്രാഫ് നോക്കാം. മേരെ ഘർ കെ സാമനെ നീം കാ പേഡ് ദാ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വേപ്പ് മരം ഉണ്ടായിരുന്നു. ഉസ്കി ആദി ടഹനിയാം ഗർമയും ഗുസി ചലി ആത്തീതി. അതിൻ്റെ പകുതി ചില്ലകളും ആദി ടഹനിയാം ഗർമയും ഗുസി ചലി ആത്തീതി, വീടിനോട് ചേർന്ന് ഇടിച്ച് വളർന്നിരുന്നു. നീം ഷരാരത്ത് ഗർക്കി തരഫ് സ്യാദ ഫൈൽത്ത. അപ്പം ഈ വേപ്പ് മരത്തിൻ്റെ വികൃതികൾ, അതായത് അതിൻ്റെ ചില്ലകൾ വീടിൻ്റെ അടുത്ത് ഗർക്കി തരഫ് സ്യാദ ഫൈൽത്ത, വീടിനോട് ചേർന്ന് കൂടുതൽ വ്യാപിച്ചു കിടന്നിരുന്നു. उसकी ഗിലഹരിയാം ഒരു കൗവേ ഗർമയും ബേഹിച്ചക്ക് ആത്തെ ജാത്തെ രഹത്തേതേ. അതായത് ഈ വേപ്പ് മരത്തിൽ താമസിച്ചിരുന്ന അണ്ണാനും കാക്കയും ഒക്കെ ഒരു നാണവും ഇല്ലാതെ എൻ്റെ വീട്ടിൽ വന്നും പോയും ഇരിക്കുമായിരുന്നു. ഹമേ ലഹത്താക്കി ഉൻകാ ഹി തോ ഘർ ഹെ ജിസ്മേ ഹം രഹിനെ ചലെ ആയേ ഹെ. ഇത് കണ്ട നമുക്ക് അനുഭവപ്പെടുന്ന ഇതാണ്, അവരുടെ വീട്ടിൽ നമ്മൾ താമസിക്കാൻ വന്നിരിക്കുകയാണെന്ന്. മാർച്ച് മെയും നീം തലേ ബൈട്ട് കിതാബ് പഠിത്തേ. മാർച്ച് മാസത്തിൽ ഈ നീം വൃക്ഷത്തിന്റെ, അതായത് വേപ്പ് മരത്തിന്റെ ചുവട്ടിലിരുന്നാണ് പഠിക്കുന്നത്. നീം കി കോയി പീലി പത്തി കിതാബ് പർ ആ ഗിർത്തി. അപ്പൊ കാറ്റടിക്കുമ്പോൾ ഈ വേപ്പ് മരത്തിന്റെ ഇലകൾ പുസ്തകത്തിൽ വന്ന് വീഴും. നിങ്ങൾക്കും അതുപോലത്തെ അനുഭവം ഉണ്ടായി കാണും അല്ലേ? മരത്തിന്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന ശീലമുള്ള പല കൂട്ടുകാരും ഉണ്ടാകും. അങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കുന്നത് നല്ല ശീലവുമാണ്. മെയിം പത്തിക്കോ ദേഖ്താ രഹത്ത. അപ്പോൾ ഈ പുസ്തകത്തിൽ വീഴുന്ന ഇലയെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. ഉസ്കെ പീലെ രംഗക്കോ, അതിൻ്റെ മഞ്ഞ നിറത്തിനെ. കൈ സവാൽ മന്മയും മാത്ത. ആ സമയത്ത് മനസ്സിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. क्या पीले रंग के नीचे जरूर पत्ती अभी भी हरी होगी. എന്താ ഈ മഞ്ഞ നിറത്തിന്റെ അടിയിലായിട്ട് ഇനിയും ഇതിന് പച്ച നിറം ഉണ്ടാകുമോ? അഭി ലഗ്ത ഷായദ് ഹര രംഗ് ഹി പീലെ മെയും ബദൽ ഗയാ ഹെ. അപ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട് ഈ പച്ച നിറമാണ് മഞ്ഞ നിറത്തിലോട്ട് പരിണമിച്ചത്. ബദൽ ഗയാ ഹെ, ബദൽഗന മാറുക, ബദൽ ഗയാ ബദൽന മാറുക. പത്തി പീലി ഹോ ഗയി ഇസ്ലിയെ ഗിരി. അപ്പം മഞ്ഞ നിറമായപ്പോഴാണ് ഇത് വീണത്. യാ ഉസേ ഗിർ ജാനാ ഹെ ഇസ്ലിയെ പീലി ഹോ ഗയി. ഇതിന് വീഴാൻ സമയമായി, അതുകൊണ്ട് ഇതിന് മഞ്ഞ നിറമായി എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നും തോന്നാറുണ്ട്. മാർച്ച് കി ഹവായെ പന്നോം കെ ദർവാസ ഫട് ഫടാ ദേത്തി. അപ്പം ഈ മാർച്ച് മാസത്തിലെ കാറ്റ് പുസ്തകങ്ങളുടെ പേജുകളെ മറിക്കാറുണ്ട്. फटफड़ा देती. हम उन्हें ज़्यादा इंतज़ाम न करवाते और पति को उन जल्दबाज हवाओं के हवाले कर देते. അപ്പോൾ നമ്മൾ എന്ത് കാറ്റടിക്കുമ്പോഴത്തേക്ക് ഇതിൽ വീണ ഇലയും ആ കാറ്റിനോടൊപ്പം തന്നെ പറന്നു പോകാറുണ്ട്. വേ പത്തിക്കോ അപ്പനി ഡാലിമയും
ഡാങ് കർ റിഫ്യൂ ചക്കർ ഹോ ജാത്തെ. അപ്പോൾ കാറ്റത്ത് അപ്പോൾ ആ കാറ്റടിക്കുന്ന സമയത്ത് കാറ്റ് വന്ന് വീഴുന്ന ആ സമയത്ത് ആ ഇലകൾ വീഴാതെ ഇലയുടെ ആ തണ്ടിന് എന്ത് ചെയ്യും? കാറ്റത്തെ റിഫ്യൂ ചക്കർ ഹോ ജാത്തി, ചുറ്റിക്കറങ്ങും. റിഫ്യൂ ചക്കർ ഹോ ജാത്തി. മാർച്ച് अपने पलाश में गुम यह सब कुछ देखता रहता. അപ്പം മാർച്ച് മാസം അത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഈ ഓർമ്മക്കുറിപ്പ് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായി കാണും. തീർച്ചയായിട്ടും മാർച്ച് മാസം പരീക്ഷാക്കാലമാണ്. പരീക്ഷാക്കാലത്ത് നമ്മൾ പലരും പഠിക്കുന്നത് പല രീതിയിലാണ് അല്ലേ? ഇതേപോലെ മരത്തിൻ്റെ ചുവട്ടിലും ഒക്കെ ഇരുന്ന് പഠിക്കാൻ ശീലമുള്ള പഠിച്ചു കൊണ്ടിരിക്കുന്ന പല കൂട്ടുകാരും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ പലർക്കും മാർച്ച് മാസത്തിൽ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഉറക്കം വരാറുണ്ട്. അപ്പോൾ നമ്മളും ഇതേപോലത്തെ ഓരോന്നും മനസ്സിൽ ചിന്തിക്കാറുണ്ട്. അപ്പം ഒരു രസകരമായ ഒരു ഓർമ്മക്കുറിപ്പായിരുന്നു അല്ലേ കൂട്ടുകാരെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓർമ്മക്കുറിപ്പ് മനസ്സിലായോ? ആരാണ്? ഒന്നും കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഈ संस्मरणात्मक लेख किसका है? सुशील शुक्ल जी की एक संस्मरणात्मक लेख है. लेख का नाम क्या है? മാർച്ച്. അപ്പോൾ മാർച്ച് മാസം എന്ന ഓർമ്മക്കുറിപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാർ, നിങ്ങൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഒരു ലൈക്കും കൂടെ കൊടുത്തു പോകുക. കാരണം ഇനിയും ആവശ്യമുള്ള ഒത്തിരി കൂട്ടുകാർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് കാണുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാരിൽ വീഡിയോ എത്തിച്ചേരും. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് ഇതുപോലെ വേറൊരു വീഡിയോയുമായി വേറൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി.